ഗാന്ധിയൻ സർവോദയ ആശയങ്ങൾ തികച്ചും പുരോഗമനപരമാണെന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലും 21-ാം നൂറ്റാണ്ടിലെ ആദ്യ 2 ദശാബ്ദങ്ങളിലും കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അഴീക്കോട് സാറിൻ്റെ പ്രവർത്തനങ്ങൾ അത് സാഹിത്യ രചനകളായാലും പ്രഭാഷണങ്ങളായാലും സാഹിത്യ വിമർശനങ്ങളായാലും സാമൂഹ്യ പ്രവർത്തനങ്ങളായാലും എല്ലാം ഗാന്ധിയൻ നിലപാട് തറയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ളതായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഗാന്ധിയായിരുന്നു അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ പറയും, വാസ്തവത്തിൽ 3 ഘടകങ്ങളാണ് എന്നെ നയിക്കുന്നത്. ഒന്ന് ഉപനിഷത്ത്, മറ്റൊന്ന് എന്ന് പറയുന്നത് സാഹിത്യമാണ്, മൂന്നാമത് ഗാന്ധിയാണ്. ഉപനിഷത്തും ഗാന്ധിയും സാഹിത്യവുമാണ് എന്നെ നയിക്കുന്നത് എന്ന് സ്വയം വിശ്വസിക്കുകയും അതിന് സമർപ്പിച്ച് സാഹിത്യ രചനകളും വിമർശനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും നടത്തിയ പ്രഭാഷണത്തിൻ്റെ കുലപതിയാണ് അഴീക്കോട് സാറ്. 1926 മെയ് 12 അദ്ദേഹം കണ്ണൂരിൽ അഴീക്കോട് ജനിക്കുന്നു. അധ്യാപകനായിട്ടുള്ള ദാമോദരൻ മാസ്റ്ററുടെയും മാധവി അമ്മയുടെയും മകനായി കോളാരത്ത് തട്ടാരത്ത് സുകുമാരൻ എന്ന പേരിൽ KT സുകുമാരൻ എന്ന പേരിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. പിൻകാലത്താണ് സുകുമാർ അഴീക്കോട്, ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്ന പേരിൽ അദ്ദേഹം വിഖ്യാതനാകുന്നത്. തീർച്ചയായിട്ടും അഴീക്കോട് സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ തന്നെ സജീവമായ വായന, ഗാന്ധിയെപ്പോലെ വായനയ്ക്ക് വേണ്ടി ധാരാളം സമയം മാറ്റിവെച്ച ഒരാളായിരുന്നു അഴീക്കോട് സാറ്. ആ വായനയിലൂടെ അദ്ദേഹത്തിന് വലിയ വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചു. ബിരുദം എടുത്ത് കോമേഴ്സ് ബിരുദമാണ് എടുക്കുന്നത്. അങ്ങനെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനോ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയേണ്ട അദ്ദേഹം 20-ാം വയസ്സിൽ ജോലി അന്വേഷിച്ച് ഡൽഹിയിലേക്ക് പോകുകയും അവിടെ നിന്നും പിന്നീട് അത് വേണ്ട, ഡൽഹിയിൽ ജോലി വേണ്ട എന്ന് സ്വയം തീരുമാനിച്ച് മടങ്ങി വരുമ്പോഴാണ് തിരിച്ചു വരുമ്പോൾ സേവാഗ്രാമിൻ്റെ സമീപത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തെത്തിയപ്പോൾ അദ്ദേഹം അവിടെ ചാടി ഇറങ്ങുകയായിരുന്നു. ഗാന്ധിയെ കാണണമെന്ന വലിയ ഒരു ഉൾവിളിയോടുകൂടി. അങ്ങനെ അദ്ദേഹം ഗാന്ധിയെ കാണാനായി സേവാഗ്രാം ആശ്രമത്തിൽ 20-ാം വയസ്സിൽ എത്തിച്ചേരുന്നു. ഗാന്ധിജിയുടെ ആ ആശ്രമത്തിൽ അന്ന് ഗാന്ധിജി മൗനവ്രതത്തിലായതുകൊണ്ട് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞില്ല. എഴുതിയും മറ്റുമാണ് ആശയവിനിമയം നടത്താൻ കഴിയുന്നത്. ആശ്രമത്തിൽ താമസിക്കണമെന്നുള്ള ആഗ്രഹം, അവിടെ സ്ഥിരമാക്കണമെന്നുള്ള ആഗ്രഹം ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അഴീക്കോട് സാറിന് അന്നുണ്ടായിരുന്നു. പക്ഷെ അന്നുണ്ടായിരുന്ന ഗാന്ധിജിയുടെ മനസ്സറിയാവുന്ന, ഗാന്ധിയോടൊപ്പം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ നയിച്ചിരുന്ന ആര്യനായകം പോലുള്ള മഹാന്മാരായിട്ടുള്ള സർവോദയ നേതാക്കൾ, പിൻകാലത്ത് സർവോദയത്തിൻ്റെ ശബ്ദമായിരുന്ന ആര്യനായകം, അദ്ദേഹം അഴീക്കോട് സാറിനെ വിളിച്ച് പറയുന്നു, ഗാന്ധിജിയുടെ ആഗ്രഹം ഇവിടെ ധാരാളം പേർ താമസിക്കണമെന്നല്ല, ഓരോരുത്തരും അവരവരുടെ നാടുകളിൽ ചെന്ന് ഗ്രാമങ്ങളിൽ പ്രവർത്തനം നടത്താനാണ് ഗാന്ധി ആഗ്രഹിക്കുന്നത്. ഇന്ന് അദ്ദേഹം സംസാരിക്കാത്തതുകൊണ്ടാണ് അത് പറയാത്തത് എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ അഴീക്കോട് സാർ തിരിച്ച് കണ്ണൂരിലേക്ക് പുറപ്പെടുകയും ഇവിടെ വന്ന് അധ്യാപനത്തിൻ്റെ മാർഗം സ്വീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് വീട്ടുകാരുടെയൊക്കെ താല്പര്യപ്രകാരം ആയുർവേദം പഠിക്കാനായിട്ട് പോകുന്നു. 1 വർഷക്കാലം ആയുർവേദ കോളേജിൽ, കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പഠനം നടത്തി. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം പോകുന്നത്. എന്തായാലും അധ്യാപന കാലഘട്ടത്തിൽ ഒക്കെ സാധാരണ ഒരു പ്രൈമറി അധ്യാപകൻ ആയിരുന്ന അദ്ദേഹം പിന്നീട് ഹൈസ്കൂൾ അധ്യാപകനായി, പിന്നെ കോളേജ് ലെക്ചററായി, കോളേജ് പ്രൊഫസറായി, യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി, നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ചെയർമാനായി, ഇങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി വഹിക്കാനായിട്ട് അഴീക്കോട് സാറിന് സാധിച്ചത് ഗാന്ധി എന്ന് പറയുന്ന ആ വികാരമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേരളം മുഴുവൻ ഗാന്ധിയെപ്പോലെ
നിരന്തരമായി സഞ്ചരിക്കുകയായിരുന്നു അഴീക്കോട് സാറും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗാന്ധി കൊച്ചു കേരളത്തിൽ തന്നെ 5 തവണ വന്നിട്ടുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 30 സ്ഥലങ്ങളിൽ ഗാന്ധി സന്ദർശിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ അഴീക്കോട് സാറ് അദ്ദേഹത്തിൻ്റെ അധ്യാപന കാലഘട്ടത്തിന് ശേഷമുള്ള സമയം മുഴുവനും സഞ്ചാരത്തിന് വേണ്ടിയും നിരന്തരമായ ഈ പ്രഭാഷണങ്ങളൊക്കെ തന്നെയും അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ, ധാർമ്മിക മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നവഭാരതവേദിയെപ്പോലുള്ള പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ച് യുവാക്കളെ കർമ്മനിരതരാക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് അഴീക്കോട് സാറ് പ്രവർത്തിച്ച് മുന്നേറിയിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അഴീക്കോട് സാറിൻ്റെ ഊർജം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഉപനിഷത്തുകളും അതുപോലെ തന്നെ സാഹിത്യവും ഗാന്ധിയുമാണ് എൻ്റെ ഊർജം എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സാഹിത്യ സൃഷ്ടികളിൽ ഒന്ന് തത്വമസിയാണ് എന്ന് നമുക്കറിയാം. ഈ പുതിയ തലമുറയ്ക്ക് 21ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ എത്തി നിൽക്കുന്ന തലമുറയ്ക്ക് ഭാരതീയ വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും ഭാരതീയ ചിന്തകളെക്കുറിച്ചും വളരെ സാരസംഗ്രഹമായി അവതരിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇങ്ങനെ വളരെ ദിശാബോധത്തോടു കൂടി ഗാന്ധിയെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സർവോദയ ദർശനങ്ങളിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു സുകുമാർ അഴീക്കോട്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരപൂർവ്വം നമിക്കുന്നു. നന്ദി, നമസ്കാരം.